എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ടത് ഇതിൻ്റെ പച്ചരുചി ഒന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ പച്ചരുചി ഒന്ന് മാറ്റിയെടുക്കാം. സദ്യയിലെ ഒരു പ്രധാന ഐറ്റമാണ് പച്ചടി. അടുത്ത പ്രാവശ്യം സദ്യ ഉണ്ടാക്കുമ്പോൾ ബീറ്റ്റൂട്ട് പച്ചടിയും ഇതിലെ ഒരു ഐറ്റമായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മാത്രം മതി. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരപ്പിന് വേണ്ടി തേങ്ങ ചിരകിയത്, പച്ചമുളക്, കറിവേപ്പില, കടുക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് നന്നായിട്ട് അരച്ച് പച്ചരുചി മാറിയ ബീറ്റ്റൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്താലും നല്ലതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ കൂട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അതിനുശേഷം കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. തൈര് ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.